ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പയർ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ പയറൊക്കെ വെച്ചിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ മൂത്ത് പോവുക, ഉണങ്ങി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ പയർ കളയണ്ട. അതിന് പകരം ആ പയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് സാധാരണ പയർ തന്നെയാണ്, അതായത് അച്ചിങ്ങ പയറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പയർ എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള പയറാണ്, ഇതിന് അച്ചിങ്ങ പയറെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പച്ചപ്പയറുണ്ട്, അതുപോലെ തന്നെ മൂത്ത പയറും ഉണ്ട്. രണ്ട് പയറും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചപ്പയർ നമുക്ക് സാധാരണ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ പച്ചപ്പയറൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ചില ആളുകൾ ചെറുതാക്കി അരിയും, ചിലർ അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ പച്ചപ്പയറൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മൂത്ത പയറുണ്ട്. അതിപ്പം സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. മൂത്ത പയറുണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ സീഡ് മാത്രമായിട്ട് ഇവിടെ എടുത്താലും മതി, അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പയറൊന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുമ്പോൾ നമുക്ക് പയറിൻ്റെ സീഡ് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പയറും നമുക്ക് ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് എടുക്കാവുന്നതാണ്. ജസ്റ്റ് നല്ലോണം ഉണങ്ങിയ പയറൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ഈ ബാക്കിയുള്ള മൂത്ത പയറൊക്കെ നമുക്കിതിൻ്റെ സീഡാക്കിയിട്ട് എടുക്കാവുന്നതാണ്. വളരെ പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ നമ്മുടെ ഈ പയറിൻ്റെ സീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പേരിക്കുള്ള പച്ചപ്പയർ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീഡും രണ്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ പയർത്തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അവിടെ ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സാധാരണ വറവ് താളിക്കുന്ന പോലെ താളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചെറിയുള്ളിയൊക്കെ വറവിട്ടിട്ട് താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കേരള സ്റ്റൈൽ തോരൻ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കടുകും ചെറിയുള്ളിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത പയറും അതിൻ്റെ സീഡും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്കത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. കല്ലുപ്പിലാണ് കൂടുതലായിട്ട് സോഡിയത്തിൻ്റെ അളവുള്ളത്, അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ചെറിയുള്ളിയും ഒരു 10-12 കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുളകൊക്കെ എടുത്ത് വെക്കാൻ. അതുപോലെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 1.5 ടേബിൾ സ്പൂൺ പരിപ്പാണ്, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ, അതും എടുത്തിട്ടുണ്ട്. കാന്താരിമുളകും ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയറൊന്ന് വെന്തോന്ന് നോക്കാം. പയർ ഇവിടെ ഏകദേശമൊക്കെ വെന്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കഴുകിയ പരിപ്പൊന്ന് അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പരിപ്പ് വല്ലാണ്ട് കളർ മാറിപ്പോവണ്ട, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് വല്ലാതെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വന്നോളും. ഇപ്പോൾ നമ്മുടെ തേങ്ങയും നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതും കളർ ചേഞ്ച് ചെയ്ത് പോവാതെ നോക്കണം. കളർ മാറി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പയറിലെ വെള്ളമൊക്കെ പറ്റി പയർ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള കാന്താരി മുളകും അതുപോലെ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പയറും കാന്താരി മുളകൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് തോരൻ കഴിക്കുമ്പോൾ മുളക് കടിക്കാതെ നോക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ നീളമുള്ള മുളക് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വറുത്തെടുത്തിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ പരിപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ജീരകപ്പൊടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് ജീരകപ്പൊടി മതി. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം കായപ്പൊടി. രണ്ടും കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മുൻപന്തിയിലായി പോകും. അതുകൊണ്ട് എല്ലാം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്ക് സീഡൊക്കെ നേരത്തെയൊക്കെ നന്നാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. അതുതന്നെ വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഈ പയർ തോരൻ എന്ന് പറയുന്നത്. പരിപ്പ് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് പരിപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ചില ആൾക്കാർക്ക് ഉപ്പേരിയിലേക്ക് ഇതുപോലെ കടിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ പരിപ്പ് സ്കിപ്പ് ചെയ്യാം. ഇത് പരിപ്പ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പയർത്തോര ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ പരിപ്പും അതുപോലെ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തേങ്ങ വറുക്കുമ്പോൾ അല്ലാതെ ഓവർ വറവായി പോവരുത്. ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് തേങ്ങ വറുത്തിട്ട് എടുക്കണം. ആ പാനിൽ തന്നെ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്